അതെ, ഇത് എത്ര പവന്റെയാ? ഇതെന്തിനാ നാണിക്കുന്നേ? നാണൊക്കെ ഞാൻ മാറ്റും. ഇതിപ്പോ പള്ളിപ്പറമ്പായി പോയോണ്ടാ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. ഇതൊക്കെ നോക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ സംസാരിച്ചിട്ടാണ് മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോകേണ്ടത്. ഇതിനൊക്കെ നാണിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. സ്പെഷ്യൽ കോച്ചിങ് എടുത്തിട്ടുണ്ട്. അവര് നമ്മളെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. നീ ചിരിച്ചോ? എന്തായി ചേട്ടായി നമ്മുടെ കാറിന്റെ കാര്യം? ബുക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടിന്റെ അന്ന് അവള് വരുന്നത് അതിലായിരിക്കും. അത് നന്നായി. സ്വർണം പിന്നെ ചേട്ടായി നോക്കിയേ വാങ്ങുമെന്ന് എനിക്കറിയാം. പിന്നെ ക്യാഷ് അത് കല്യാണത്തിന് അന്ന് മതി. ചേട്ടാ എനിക്ക് അത്ര വിശ്വാസാ. അച്ചായ ടെൻഷൻ അടിക്കണ്ട അച്ചായ. കാറുണ്ട്, 20 ലക്ഷം ക്യാഷ് ഉണ്ട്, 101 പവൻ സ്വർണ്ണം ഉണ്ട്, പിന്നെ ഞങ്ങളുടെ സുന്ദരി പെണ്ണും ഉണ്ട്. നീ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇരിക്കും. എന്തൊരു സുഖം. ചേച്ചി പറഞ്ഞു കേട്ടില്ലേ? ഇങ്ങോട്ട് പെണ്ണന്റെ മടിയിരുന്നു. ഫോട്ടോ എടുക്കുന്നു. ചിരിക്ക. ഈ പെണ്ണിന്റെ ഒരു കാര്യം, അവൻ തൊട്ടവളങ്ങ് അലിഞ്ഞു പോവോ? ഇങ്ങനെ നാണിച്ചിരുന്ന എങ്ങനെയാ? ആ ചെക്കനെ ന്യൂജിയാ. അത് നിനക്കെങ്ങനെ അറിയാം? അവന്റെ താടി കണ്ട് അറിയില്ലേ? അതെ, കുൽഫി ഇഷ്ടമാണോ? ബിരിയാണിയുണ്ട്, എനിക്കിഷ്ടം. വാങ്ങിച്ചു കേട്ടോ ഒരുപാട്. നിന്റെ മദ്യപാനം കൂടുതലാണ്, നിനക്കും മദ്യപാനം കൂടുതലാണ്. അച്ഛൻ ഞാൻ കരയൊന്ന് എഴുന്നേറ്റ് പോവാവൂ. ഞാൻ ഈ ഇടവക വികാരിയാണ്, ഞാൻ ഇടയിലിരിക്കും. അച്ഛാ, അച്ഛനടുത്ത അച്ഛൻ സമയമുണ്ട് അച്ഛാ. എന്തിനാണ്? എനിക്ക് അച്ഛനടുത്ത് പേഴ്സണലായിട്ടൊന്ന് കുമ്പസരി. നീ ഒരുമാതിരി വെള്ളം ഒടിച്ചോണ്ട് കുമ്പസാരക്കൂടിന്റെ പരിസരത്ത് വന്നു പോകരുത്. അച്ഛൻ അങ്ങനെയൊന്നും എന്നെ കുറ്റം പറയരുത്. പണ്ട് കാനഡയിലെ കല്യാണത്തിന് കർത്താവ് വീഞ്ഞു കൊടുത്തതാ. കാനഡ അല്ലടാ, കാനായി. മുക്കറിയിടുവോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ചേട്ടായി. അപ്പൊ ശരി, കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കല്യാണത്തിന് ആ മോളെ, ഇവരിറങ്ങാം. പോടാ. ഓക്കെ, ഇനി ഒരാഴ്ചയോടെ ഫോൺ എടുക്കണേ. ഞാൻ വീടോ പോയിട്ട് വരും. അമ്മച്ചി, അമ്മച്ചി എന്ത് പറ്റി? എന്താ ആന്റി? അമ്മച്ചി എന്തിനാ കരയുന്നേ? അമ്മച്ചി, അച്ചായ നമുക്ക് വഴിയുണ്ടാക്കാം. പപ്പ, പപ്പ, പപ്പ എന്ത് പറ്റി? അമ്മച്ചി കരയുന്നുണ്ടല്ലോ. എന്താ സംഭവിച്ചത്? എന്താ അങ്കിൾ? പപ്പ പറ പ്ലീസ്, പറ പപ്പ പ്ലീസ് പറ. ബ്രേക്ക് ഇല്ലേ? ബ്രേക്ക് കഴിച്ചു കാണും. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സുഖം തന്നെയല്ലേ? ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. അല്ല, സ്ഥിതിയായിരിക്കട്ടെ. ആ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താണ് അവിടെ ആകെ ഒരു ബഹളം? ആ ചാണ്ടിയെ കുറിച്ച് അച്ഛൻ എന്താ അഭിപ്രായം? അവൻ നല്ല തങ്കപ്പെട്ട പയ്യനല്ലേ? സിഗരറ്റ് വലിക്കില്ല, കുടിക്കില്ല, നല്ല വിദ്യാഭ്യാസം, സുന്ദരൻ, എല്ലാം കൊണ്ട് നമ്മുടെ അന്നമ്മക്ക് ചേർന്നൊരു പയ്യൻ ആണല്ലോ. അതെ. എന്നാലേ അവന് നല്ല മുങ്ങി. മുങ്ങിയോ? ആ, വീട്ടിലൊരു കത്തെഴുതി വെച്ചിട്ട് അവനങ്ങ് മുങ്ങി. എന്നാലും എന്റെ കുഞ്ഞിനെ ഗതി വന്നല്ലോ. അവക്ക് താങ്ങാൻ പറ്റില്ല. എനിക്ക് ഉറപ്പാ അവളിപ്പം
പൊട്ടി പൊട്ടി കറിയായിരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി. ചാണ്ടിക്ക് കളി കുറച്ച് കൂടുതലാ. എല്ലാരും ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അല്ല മോളെ, അവൻ ശരിക്കും പോയി. ഓ